തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അതൊരു കമ്മ്യൂണിസ്റ്റ് ചുമതലയാണത്. അതിൻ്റെ ആദ്യഘട്ടമാണ് ഇന്നത്തെ കമ്മിറ്റികൾ, സെക്രട്ടേറിയറ്റും ഉണ്ട്, എക്സിക്യൂട്ടീവും ഉണ്ട്. ഞങ്ങൾ അതേപ്പറ്റി ആത്മാർത്ഥമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അവ തിരുത്തി മുന്നോട്ട് പോകും. ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും. കേരളത്തിൻ്റെ ഭാവി ഇടതുപക്ഷമായിരിക്കും. സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളെ പറ്റി പരിശോധിക്കണം. ആവശ്യമായ തിരുത്തലുകൾ വേണ്ടിവരും. ആ തിരുത്തലുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിനൊരു മഹത്വമുണ്ട്. തെറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അവ സമ്മതിക്കാൻ ഞങ്ങൾ മടിക്കില്ല. ആ തെറ്റുകൾ തിരുത്താനും അമാന്തം ഉണ്ടാവുകയില്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയാണ്. അത് CPIക്കുണ്ട്, CPMനുണ്ട്, LDFനാകെ തന്നെയുണ്ട്. അതുകൊണ്ട് ഭാവിയെപ്പറ്റി ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ജനകം പത്രത്തിനകത്ത് വളരെ വിശദമായ രീതിയിലുള്ള ഒരു എഡിറ്റോറിയലുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് സംശുദ്ധവും സുതാര്യവുമായ ഉത്തരവാദിത്വം നിർവഹിക്കാൻ രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ഈ പരാജയത്തെ സംബന്ധിച്ച് പറയുന്നത്. LDF സർക്കാർ ആത്മപരിശോധന നടത്തണമെന്നുള്ള കാര്യം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. മിനിയാന്നല്ലേ ഇവിടെ വെച്ച് ഞാനല്ലേ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാർ വിമർശിക്കുമ്പോൾ, നിലപാട് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ ശൈലി, അതെല്ലാം പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതാണ് പറഞ്ഞത്. അതിനകത്തെല്ലാം ഉണ്ട്. ശബരിമലയിൽ പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട പരാജയം. അല്ല, ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചും പരിശോധിക്കും. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. അല്ല, ഒന്നിലേക്ക് ചുരുങ്ങണ്ടെന്നേ. ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഒരു ഭാഗത്ത്. ആ നേട്ടങ്ങൾ കുറച്ച് കണ്ട കാര്യമില്ല. നേട്ടങ്ങളുണ്ട്. ഒരു ഗവൺമെന്റും ഇന്ത്യയിൽ ചെയ്യാത്തത്രയും പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റാണ്. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവൺമെന്റാണത്. ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെപ്പറ്റി ചിന്തിക്കണം. UDF പ്രധാനമായും ചർച്ചയാക്കിയിരുന്നത്, അതായത് പ്രധാനപ്പെട്ട UDFന്റെ പ്രചാരണ വിഷയം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളിയായിരുന്നു. അപ്പോൾ അതിനകത്ത് സംഭവിച്ചിട്ടുള്ള വീഴ്ച, അല്ലെങ്കിൽ പത്മകുമാറിനെതിരെ പോലുള്ള അറസ്റ്റിലായവരുടെ LDF ഗവൺമെന്റ് ഉണ്ടാക്കിയ നേട്ടങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും ആ കാര്യങ്ങളുടെ എല്ലാം മിഴിവും തെളിവുമെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ മുമ്പിൽ മങ്ങിപ്പോയിട്ടുണ്ടെന്ന് പരിശോധിക്കണം.